ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വിട്ട് മൈക്കിൾ നടന്നു പോകുന്നിടത്താണ് മാർക്കോയുടെ എൻഡിങ്ങിൽ എങ്ങനെ ഉണ്ടാവും? ഇതൊരു സ്പോയിലർ വീഡിയോ അല്ല, കാരണം മാർക്കോയെക്കുറിച്ച് ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോയോ അല്ലെങ്കിൽ ഒരു ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോയോ അല്ല. മാർക്കോയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകും. അപ്പോൾ എല്ലാവർക്കും സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മിഖായേൽ ഇറങ്ങിയ സമയത്ത് ചിത്രത്തിന് പോസിറ്റീവായിട്ടുള്ളൊരു അഭിപ്രായമായിരുന്നില്ല പ്രേക്ഷകരിൽ നിന്നും കിട്ടിയത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ലാത്തൊരു ചിത്രമായിരുന്നു മിഖായേൽ. ചിത്രത്തിൻ്റെ കഥയിലേക്ക് വന്നാലും ഒറ്റ ലെയറിലൂടെ പോകാണ്ട് നിരവധി ലെയറുകളുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു മിഖായേൽ. എല്ലാവർക്കും തന്നെ മിഖായേലിൻ്റെ കഥ അറിയാം, എങ്കിലും ചെറുതായിട്ടൊന്ന് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകും. നിവിൻ പോളി അവതരിപ്പിക്കുന്ന കഥാപാത്രമായ മൈക്കിളിൻ്റെ അനിയത്തിയും അതുപോലെ തന്നെ സിദ്ദിഖ് അവതരിപ്പിക്കുന്ന കഥാപാത്രമായ ജോർജിൻ്റെ മകനും സ്കൂളിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടാകുന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനെ ഒന്ന് പന്നിക്കിടുന്നു. എന്നാൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവഹേളിതനായതിൻ്റെ വിഷമത്തിൽ അവൻ ആ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ ഇതിൽ മനംനൊന്ത സിദ്ദിഖ് തൻ്റെ മകൻ മരിക്കാൻ കാരണക്കാരിയായ അവളെയും അതുപോലെ തന്നെ അവളുടെ കുടുംബത്തെയും ഒന്ന് പണിയാൻ വേണ്ടി ഇറങ്ങി പണി മേടിച്ച് പടവാങ്ങുന്നു. അങ്ങനെ അവിടെ നമ്മുടെ മാർക്കോ ജൂനിയർ വരികയാണ്. പക്ഷെ ഒന്ന് പറയട്ടെ, സിദ്ദിഖിന്റെ കഥാപാത്രം അത്ര ചെറിയൊരു കഥാപാത്രമായിരുന്നില്ല. സിദ്ദിഖിന്റെ മരണശേഷം നമ്മുടെ ഗ്യാങ്സ്റ്റേഴ്സ് എല്ലാം ഒന്നിച്ചു കൂടുന്ന ഒരു മീറ്റിങ്ങിനിടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ മാർക്കോ ജൂനിയറിന്റെ അപ്പൻ മാർക്കോ സീനിയറിനെ കൊന്ന മംഗലാപുരംകാരൻ റെഡ്ഡിയെ വെടിവെച്ച് കൊന്നത് നമ്മുടെ ജോർജാണ്. യുദ്ധം തുടങ്ങുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് ഞാൻ തുടങ്ങാമെന്ന് കാണിച്ചു തരും ജോർജ് എന്നാണ് സിദ്ദിഖിന്റെ കഥാപാത്രത്തെ കുറിച്ച് പറയുന്നത്. നല്ല ബിൽഡപ്പ് കൊടുത്തു തന്നെയാണ് സിദ്ദിഖിന്റെ കഥാപാത്രത്തെ കൊണ്ടുവന്നത്. ശേഷം വരുന്ന മാർക്കോ ജൂനിയർ ആണെങ്കിലും ഒരു കൊടൂര വില്ലൻ തന്നെയാണ്. അപ്പിയറൻസ് കൊണ്ടാണെങ്കിലും ബാക്കി കാര്യങ്ങൾ കൊണ്ടും നല്ലൊരു വില്ലൻ തന്നെയായിരുന്നു മാർക്കോ ജൂനിയർ. അങ്ങനെ അവിടെ മാർക്കോ ജൂനിയർ എത്തി. ഇനിയിപ്പോൾ മാർക്കോയിൽ കാണിക്കുന്നത് മാർക്കോ സീനിയർ ആണെങ്കിൽ മാർക്കോ സീനിയറിനെ കൊന്നതെന്ന് പറയുന്നത് മംഗലാപുരംകാരൻ റെഡ്ഡിയാണ്. അങ്ങനെയാണെങ്കിൽ മാർക്കോയിലെ വില്ലനായിട്ട് വരിക ഈ മംഗലാപുരംകാരൻ റെഡ്ഡി ആയിരിക്കണം. അങ്ങനെയെങ്കിൽ റെഡ്ഡിയെ കൊന്ന സിദ്ദിഖിനെയും കാണിക്കണം. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ കഥയ്ക്കൊരു പവർ വരുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ മാർക്കോ ജൂനിയർ മരിച്ചിട്ടില്ലെങ്കിലും, അതായത് മിഖായേൽ അവസാനിക്കുന്നത് മാർക്കോ ജൂനിയറിന് ബ്രെയിൻ ഡെത്ത് വന്നു എന്ന് ഡോക്ടർ സ്ഥിരീകരിച്ച് പുറത്ത് വന്ന് നിവിൻ പോളിയോട് പറയുമ്പോഴാണ്. അതേ ഡോക്ടറെ മാർക്കോയുടെ ലീക്കായ ഒരു ലൊക്കേഷൻ സ്റ്റില്ലിലും നമ്മൾ കണ്ടിരുന്നു. ഇനി അത് ലീക്ക് ആക്കിയതാണോ ലീക്ക് ആയതാണോ എന്നും അറിയത്തില്ല. പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എന്തോ ആകാം. ആ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ മാർക്കോ മരിച്ചിട്ടില്ല. ഓക്കെ, അതിനിടയ്ക്ക് നമ്മൾ മൈക്കിളിൻ്റെ കഥ വിട്ടുപോയി. അങ്ങനെ മാർക്കോ ജൂനിയർ വരുന്നതും മാർക്കോ ജൂനിയറിൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ മിഖായേലിൻ്റെ അനിയത്തിയെ മൈക്കിൾ രക്ഷിക്കുന്നതൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. പക്ഷെ മിഖായേലിൻ്റെ ചിത്രത്തിന് ഏറ്റവും നെഗറ്റീവ് വന്നത് ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ആണ്. അത്തരം ഒരു കൊടൂര വില്ലനെ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ആ ഒരു കത്തി വെച്ച് നിസാരമായിട്ട് കൊന്നു കളഞ്ഞു എന്നതാണ് ചിത്രത്തിലെ പ്രധാന നെഗറ്റീവായിട്ട് വന്നത്. പക്ഷേ ആ ക്ലൈമാക്സ് ഒന്നുകൂടെ പരിശോധിക്കുമ്പോൾ അങ്ങനെ നിസ്സാരമായിട്ടല്ല കൊന്നു കളഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റിൽ ഭൂരിഭാഗം സമയം ലീഡ് ചെയ്ത് നിന്നത് നമ്മുടെ മാർക്കോ ജൂനിയർ തന്നെയാണ്. അവസാനം അടിച്ച് ആ കെട്ടിടത്തിൽ നിന്നും വീഴാൻ പോകുന്ന സമയത്താണ് നിവിൻ പോളി ഒരു കംബാക്ക് പോലെ വരുന്നത്. അതുവരെ ലീഡ് ചെയ്ത് നിന്നത് മാർക്കോ ജൂനിയർ തന്നെയാണ്. ആ ഒരു ഫൈറ്റ് ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാകും മാർക്കോയ്ക്കാണ് മുൻതൂക്കം എന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർക്ക് അറിയാതിരിക്കണം ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടിയ ഭാഗം ക്ലൈമാക്സ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് അങ്ങനെ ഇങ്ങനെയൊന്നും കൊണ്ടുപോയി കളയാൻ പറ്റുകയില്ല എന്ന്. കാരണം അനീഫിൻ്റെ മുൻ പടങ്ങളിലെ ക്ലൈമാക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രേറ്റ് ഫാദർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളായിക്കോട്ടെ നല്ലൊരു ക്ലൈമാക്സ് ആണ് ചിത്രത്തിന് കിട്ടിയത്. ഇനി മാർക്കോയിൽ ഇങ്ങനെ ഒന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. അതിലേറ്റവും ആദ്യത്തേത് നമ്മുടെ മൈക്കിൾ ഊലക്ക ചക്കച്ചക്ക എന്ന ബാക്ക്ഗ്രൗണ്ടിൽ ജസ്റ്റ് ഒരു ക്യാമിയോ പോലെ വന്നു പോവുക. ഇനിയിപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ അത് ചിത്രത്തിൻ്റെ ഗതി തന്നെ മാറ്റാൻ ചാൻസ് ഉണ്ട്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ മാർക്കോ ജൂനിയർ മരിച്ചിട്ടില്ലെങ്കിൽ മിഖായേലിന് അവിടെ ഒരു സ്കോപ്പ് ഉണ്ട്. പക്ഷെ അല്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് മിഖായേലിൻ്റെതായ റെഫറൻസ് മിക്കവാറും മാർക്കോയിലും കാണാൻ ചാൻസ് ഉണ്ട്. മറ്റൊന്ന്, നമ്മൾ ഓൾറെഡി അറിഞ്ഞ കാര്യമാണ് ചിത്രത്തിൻ്റെ വയലൻസ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് അങ്ങ് ബോളിവുഡിൽ നിന്ന് കില്ലെന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ ഒന്ന് ആഗ്രഹിച്ചിരുന്നു ഇതുപോലൊരു സിനിമ ഇങ്ങ് മോളിവുഡിലും വന്നിരുന്നുവെങ്കിൽ. അതുപോലെ ഒന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു വയലൻസ് നിറഞ്ഞൊരു പടം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അധികം വൈകാതെ തന്നെ അനീഫ് അദേനിയുടെ വക അത്ര ഒരു വയലൻസ് പടം നമുക്ക് കിട്ടുന്നത്. എന്തു തന്നെയാണെങ്കിലും അണിയറക്കാർ പുറത്തു വിട്ട പ്രകാരം മലയാളത്തിലെ ഏറ്റവും വലിയ വയലൻസ് ചിത്രം തന്നെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചിത്രത്തിന് എയർ റേറ്റഡ് കിട്ടിയതെന്നും കരുതുന്നു. രവി ബസ്രൂറിൻ്റെയാണ് മ്യൂസിക്. അതിലിനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പോവുക, കേൾക്കുക, ആസ്വദിക്കുക. പിന്നെ വരുന്നത് ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ആണ്. മിഖായേലിൻ്റെ കാര്യം സംവിധായകൻ പരിഗണിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നല്ലൊരു ക്ലൈമാക്സ് തന്നെ പ്രതീക്ഷിക്കാം. കാരണം അവിടെ നെഗറ്റീവ് വന്നതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ആക്കാൻ സംവിധായകൻ മാക്സിമം ശ്രമിക്കും. ഇനിയിപ്പം മിഖായേലിൽ മാർക്കോ ജൂനിയർ മരിച്ചില്ലെങ്കിൽ അങ്ങനെ നിവിൻ പോളി വന്ന് ഇതൊരു യൂണിവേഴ്സായി മലയാളത്തിലൊരു യൂണിവേഴ്സ് ആകാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് മാർക്കോ. ഇനിയെല്ലാം തന്നെ 20-ന് കണ്ടറിയാം.